എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് LGSന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 തന്നെ ചോദിച്ചതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണ്? ആൻസർ സി ആണ്, വില്യം ബെൻഡിക്ട് പ്രഭു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. ആൻസർ ബി ആണ്, ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം? ആൻസർ ഡി, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന? ആൻസർ സി, അലിഗഡ് പ്രസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ? അമൃത ബസാർ പത്രിക, സ്വദേശി ചിത്രം, മിറാത്ത് ഉൽ അക്ബർ, സംബാദ് കൗമുദി. ആൻസർ ബി ആണ്, 3ഉം 4ഉം, മിറാത്ത് ഉൽ അക്ബറും പിന്നെ സംബാദ് കൗമുദിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ എ, ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ആൻസർ ഡി ആണ്, ഇത് 3ഉം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ സി, പാലക്കാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം? ആൻസർ എ, വൈക്കം സത്യാഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത്? ആൻസർ സി, കോലത്തുനാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി? ആൻസർ ഡി, ദിവ്യ ദേശ്മുഖ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ കമൻറ്റ് ചെയ്യണം. ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കമൻ്റായി എഴുതിയാൽ 2 ദിവസത്തിനകം നിങ്ങൾക്ക് അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം? ആൻസർ എ, ഇറ്റലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം? ആൻസർ എ, സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ? ആൻസർ ഡി, ആർട്ടിക്കിൾ 24. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി? സുപ്രീം കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതിയും ഹൈക്കോടതിയും മുൻസിഫ് കോടതി? ആൻസർ സി ആണ്, അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്? ആൻസർ ബി, ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി? ആൻസർ ബി, നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? സ്ഥിരതയോടുകൂടിയ വളർച്ച, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വാശ്രയത്വം, ഭക്ഷ്യ സ്വയം പര്യാപ്തത. ആൻസർ എ, 1ഉം 3ഉം, അതായത് സ്ഥിരതയോടു കൂടിയ വളർച്ചയും സ്വാശ്രയത്വവും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. ആൻസർ സി ആണ് 1, 2, 3. അതായത് ഇത് 3 ആണ്. സൈനിക നടപടി, പിന്നെ ലയനക്കരാറും അനുരഞ്ജനവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കൊത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പാക്കണം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ രൂപീകരിക്കണം, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2ഉം 4ഉം ആണ്. അതായത് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നുള്ളതും മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നുള്ളതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി? ആൻസർ സി, ഗഗൻയാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ സി, ഓപ്പറേഷൻ സഫേദ് സാഗർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത? ആൻസർ എ, മനു ഭാക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആൻസർ സി, കൊൽക്കത്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത്? ആൻസർ സി, കാരക്കോറം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്? ആൻസർ എ, ഇരുമ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ സി, ഗോദാവരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? ആൻസർ എ, 2003. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക രാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ആൻസർ ബി, 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ആൻസർ ഡി, ഇന്ദിരാഗാന്ധി. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ ബി, മമ്മൂട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ? ആൻസർ ബി, ഓസ്ട്രേലിയ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ എ, പത്തനംതിട്ട. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം? ആൻസർ സി, 2018. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിന്റെ കഥാപാത്രമല്ലാത്തത് ആര്? ആൻസർ സി, സുമതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ആൻസർ സി, 30%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? ആൻസർ ബി, വയനാട്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ ബി, ആലപ്പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ആകൃതിയുള്ള കേരളത്തിലെ കായൽ? ആൻസർ ബി, ശാസ്താംകോട്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. റീഡ് തവളകൾ, ചാമ്പൽ മലയണ്ണാൻ, സിംഹവാലൻ കുരങ്ങ്, വരയാട്. അപ്പം ഇതില് റീഡ് തവളകൾ എന്നുള്ളത് കക്കയമാണ്. പിന്നെ ചാമ്പൽ മലയണ്ണാൻ എന്നുള്ളത് എന്താണ്? ചിന്നാറാണ്. സിംഹവാലൻ കുരങ്ങ് എന്നുള്ളത് സൈലന്റ് വാലി. വരയാട് എന്നുള്ളത് ഇരവികുളം. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഇന്ത്യയുടെ തെക്കുവടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാകോൾ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. ഏതാണ് ശരിയായ പ്രസ്താവന? ആൻസർ ഡി ആണ്, എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്കൽ. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ആൻസർ സി ആണ്, 2ഉം 4ഉം. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. പിന്നെ എന്താണ് 4, ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ എന്നുള്ളതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? ആൻസർ എ 225 കിലോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ആൻസർ സി ആണ്, 1ഉം 3ഉം. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ്. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ 3, ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു. ഉൽപാദനത്തിനും വരുമാനത്തിലുമുള്ള വർധനവ്. സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ. ആൻസർ എ ആണ്, 3 മാത്രം. ഉൽപാദനത്തിനും വരുമാനത്തിലുമുള്ള വർധനവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. വരാഹ മിഹിരൻ, കാളിദാസൻ, വിശാഖദത്തൻ, ശൂദ്രകൻ. ഇതില് വരാഹ മിഹിരൻ എന്നുള്ളത് ലഘുജാതകം. പിന്നെ എന്താണ് കാളിദാസൻ എന്നുള്ളത് വിക്രമോർവശീയം. വിശാഖദത്തൻ എന്നുള്ളത് മുദ്ര രാക്ഷസം. ശൂദ്രകൻ എന്നുള്ളത് എന്താണ് മൃച്ഛഘടികം. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. ആൻസർ എ PSLV C-57. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമൂഹ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആൻസർ ഡി അഗസ്റ്റ് കോംതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏതു ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ആൻസർ ബി തെക്കേ അമേരിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം. ആൻസർ സി മണ്ണ് ദിന സന്ദേശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം. ആൻസർ ഡി പോർച്ചുഗൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക്? ആൻസർ സി ക്ലോഡിയ ഗോൾഡിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസുക കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. ആൻസർ സി ആണ്, 1ഉം 2ഉം. അതായത് ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം ആണ് ചെറുകുടൽ. പിന്നെ വില്ലസുകളും കാണപ്പെടുന്നത് ചെറുകുടലിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മങ്ങിയ പ്രകാശത്തെ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏതു വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ആൻസർ എ വിറ്റാമിൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ആൻസർ ബി നാളികേരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ വന നയം നിലവിൽ വന്ന വർഷം ഏത്? ആൻസർ ഡി 1988. റെഡ് ഡാറ്റ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? ആൻസർ എ IUCN. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? ആൻസർ ബി സൗദി അറേബ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്ത്? ആൻസർ സി സിഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിത്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിയുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കുക. ആൻസർ ബി സോഡിയം ക്ലോറൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജരൂപമാണ്? ആൻസർ എ രാസോർജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണവും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ എന്താണ് ഉള്ളത്, ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഇതില് എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാ ധാതുക്കളും അയിരാണ്, എല്ലാ അയിരുകളും ധാതുക്കളാണ്, അയിരുകളും ധാതുക്കളും തമ്മിൽ ബന്ധമില്ല. മുകളിലെ പ്രസ്താവനകളിൽ എന്താണ് 2 മാത്രം ശരിയാണ് അല്ലെ? എല്ലാ അയിരുകളും ധാതുക്കളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? ആൻസർ എ ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 2023 രസതന്ത്ര നോബൽ സമ്മാനം? ആൻസർ ബി 3 പേർക്ക് ലഭിച്ചു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ആൻസർ ബി കരൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? ആൻസർ ബി മലമ്പനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ? ആൻസർ സി ഫൈബ്രിനോജൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ആൻസർ സി EEG. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര്? ആൻസർ എ ആണ് KARSAP, കർസാപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏത്? ആൻസർ സി പ്ലാസ്മോഡെസ്മാറ്റ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി? ആൻസർ ബി ആണ് നെഗ്ലേറിയ ഫൗലേറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്? ആൻസർ സി അമൃതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം? ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്ലൂറ, ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ
സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ പോഷക ഘടകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിൽ എത്തിക്കുന്നു. ആൻസർ ബി ആണ്. പ്രസ്താവന 2ഉം 4ഉം ആണ് ബന്ധമുള്ളവ. പോർട്ടൽ സിരയുമായി അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു എന്നുള്ളതും പിന്നെ എന്താണ് പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിൽ എത്തിക്കുന്നു എന്നുള്ളതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്? ആൻസർ സി, നിലമ്പൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതു രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ആൻസർ എ, എംപോക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ആൻസർ ബി, ആസാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം? ആൻസർ സി, നാഗാലാൻഡ്. അടുത്തത് ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ എക്സ്പ്ലനേഷൻ വഴി ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. മാത്സ് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ചാനലിൽ. അപ്പോൾ അതും നിങ്ങൾ നോക്കി പഠിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.